നമ്മുടെ ജബ്ബാർ മാഷിനെ പലപ്പോഴും യുക്തിവാദത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ വിമർശിക്കാറുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളും ചില കള്ളങ്ങളും ഒക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ ഈ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നുകളയണമെന്നും അവരെല്ലാം പൊട്ടൻഷ്യൽ ജിഹാദികളാണെന്നും അവർ ഈ രാജ്യത്തിൻ്റെ നാശമാണെന്നും അവരുടെ സുന്നത്ത് കല്യാണം വലിയ പ്രശ്നമാണെന്നുമൊക്കെ നമ്മുടെ അരിപ്പേ ഹുസൈനെ പോലെയുള്ള അഭിപ്രായം ജബ്ബാർ മാഷിനില്ല. ജബ്ബാർ മാഷിനില്ലാത്തതിൻ്റെ കാര്യം ഈ ആരിഫ് ഹുസൈനെ പോലെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് എവിടുന്നെങ്കിലും ഫണ്ട് സ്വീകരിക്കേണ്ട ആവശ്യം ജബ്ബാർ മാഷിനില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഈ യുക്തിവാദികൾക്കിടയിൽ തന്നെ രണ്ടിനം യുക്തിവാദികളുണ്ട്. ഒന്ന് കുടുംബത്തിലും ഗോത്രത്തിലും ജന്മത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന കുറച്ച് യുക്തിവാദികൾ. അവർ പണ്ട് കാലം മുതലേ ഉള്ളവരാണ്. അവർക്ക് അവരുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളും ഒക്കെ സഹോദരങ്ങളാണ്, അച്ഛനാണ്, അമ്മയാണ്, ഒക്കെയാണ്. അപ്പോൾ അവർ പല കാര്യങ്ങളും അവരുടെ ആശയങ്ങൾ പറയുമ്പോഴും അവർ പലരുടെയും പേരുകളോ വ്യക്തികളെയോ വെച്ച് പറയാൻ ശ്രമിക്കാറില്ല. കാരണം അന്നേരം മനസ്സിൽ അവരുടെ ചിന്തയിൽ ഇവരൊക്കെ ഓർമ്മ വരും. എന്നാൽ അരിഫ് ഹുസൈനെ പോലുള്ളവർക്ക് അങ്ങനെ ഒരു നിർബന്ധമില്ല. കാരണം ആരുമില്ലാത്ത നിലയിൽ, ആരുടെയും മാതാപിതാക്കളുടെ സഹായമില്ലാത്ത നിലയിൽ, ഗർഭപാത്രം ആവശ്യമില്ലാത്ത നിലയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പുള്ളിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് കുടുംബം, ഗോത്രം, മക്കൾ, അല്ലെങ്കിൽ വിവാഹം, ഭാര്യ എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ പറയുന്ന ആരൊക്കെയാണോ പുള്ളിയെ സഹായിച്ചിട്ടുള്ളത്, എവിടെയൊക്കെയാണോ പുള്ളി ഈ ഉപകാരപ്രദമായി തൊട്ടിട്ടുള്ളത്, ആ സ്ഥലങ്ങളൊക്കെ നിഷിദ്ധവും അശുദ്ധവുമാണെന്നാണ് പുള്ളി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നിഷിദ്ധമാണ്, സഹോദരിയും നിഷിദ്ധമാണ്, പിന്നെ കല്യാണം കഴിച്ച് വ്യവസ്ഥാപിതമായി വന്നവരും നിഷിദ്ധമാണ്, പഠിച്ച ഹോമിയോപ്പതിയും നിഷിദ്ധമാണ്, എല്ലാമാണ്. എന്നാൽ ജബ്ബാർ മാഷിനെ പോലെയുള്ളവർക്ക് അങ്ങനെയല്ല. അവർക്ക് ഈ പറയുന്ന നിഷിദ്ധമല്ലാത്ത ചിലതൊക്കെയുണ്ട്. ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, ജബ്ബാർ മാഷിൻ്റെ പേജിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യാതൊരു വിധമായ വിവരവും അറിവും ഒന്നുമില്ലാത്ത വെറും പൊട്ടന്മാരായ രണ്ടുപേരോടൊപ്പം നിന്ന് അദ്ദേഹം ചിത്രമെടുത്ത് ഇട്ടിരിക്കുന്നത് കണ്ടു. പിന്നെ സുഹൃത്തുക്കൾ പൊട്ടന്മാരായാലും സൗഹൃദം മാറാൻ പാടില്ല. അതുകൊണ്ട് സൗഹൃദത്തെ അംഗീകരിക്കുകയും വേണം. അവരിരുവരും നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ, ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ ജബ്ബാർ മാഷിൻ്റെ മുഖത്ത് ഒരു ചെറിയ ചളിപ്പുണ്ട്. അവിടെ നിൽക്കുന്ന ആ രണ്ടു പേർക്ക് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവർക്ക് യാതൊരു ആത്മവിശ്വാസക്കുറവുമില്ല. അവരുടെ ബോധ്യങ്ങൾ ശരിയാണെന്ന ശരീരഭാഷയും മുഖഭാഷയുമാണ് അവർക്കുള്ളത്. എന്നാൽ ജബ്ബാർ മാഷ് അതിൻ്റെ ഇടയിൽ ഇത്തിരി ഒന്ന് ഞെരുങ്ങി നിൽക്കുകയാണ്. ആ ഞെരുങ്ങി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസം പൊട്ടത്തരമാണെന്ന് ജബ്ബാർ മാഷ് പറയുമ്പോഴും അതിൽ വിശ്വസിക്കുന്നവരെ പൊട്ടന്മാരായി ജബ്ബാർ മാഷ് കരുതുന്നില്ല. എന്നാൽ അരിഫ് ഹുസൈൻ അങ്ങനെയല്ല. അരിഫ് ഹുസൈന് വിശ്വാസമൊന്നുമല്ല പ്രശ്നം. ഈ നിൽക്കുന്ന ആളുകളും അവരുടെ പൂശാണ്ടിയും അതിൻ്റെ ഛേദനവും അതിനെ മുറിവേൽപ്പിക്കലും അത് തിരിച്ചു വെക്കലും അടക്കമുള്ള നിയമവ്യവഹാരങ്ങളിലും അതിലൂടെ കിട്ടുന്ന വരുമാനത്തിലുമാണ് താല്പര്യം. അപ്പോൾ രണ്ടും ഒരുപോലെയാണെങ്കിലും മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ല ഇതെന്ന് ഇടയ്ക്കിടെ മണത്തിലും വർണ്ണത്തിലും ആശങ്ക തോന്നിപ്പോകുന്ന ആ വ്യത്യാസം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ.